സൂക്ഷിച്ചു നോക്കിയേ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലാന്നാണ് അമ്മേന്റെ വാദം. ഇത് കാണുമ്പോ ഞാൻ ജനിച്ചപ്പോഴെങ്ങാണ്ട് അമ്മ വാങ്ങി തലയിലിട്ടതാണെന്ന് തോന്നുന്നു. എന്നാലും അമ്മയ്ക്ക് ഇത് കളയാൻ തീരെ ഉദ്ദേശമില്ലാന്ന്. പശ വിട്ട ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ എനിക്ക് നല്ല അനുസരണശീലമായതുകൊണ്ട് അമ്മ കാണാതെ ബാക്കിയുള്ളതും കൂടെ പൊട്ടിച്ചെറിഞ്ഞു ഞാൻ. അങ്ങനെ ഈ പഴയ ക്ലിപ്പിനെ പുതിയതാക്കി അമ്മേന്റെ കൈ കൊടുത്ത് അമ്മേനെ ഞെട്ടിക്കാന്ന് വിചാരിച്ച് പോയതാ ഞാൻ. പക്ഷേ ക്ലിപ്പ് കൈ കൊടുത്തപ്പോ ഞാനാ ഞെട്ടിയത്. അമ്മ പറയണേ, എനിക്ക് പഴയ ക്ലിപ്പ് മതി മോളെ, പുതിയത് വേണ്ട. ഞാൻ പെട്ടില്ലേ. പിന്നെയും ഞാൻ അമ്മേ ഇത് നല്ല ക്ലിപ്പാന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുന്നത്? ആ ക്ലിപ്പ് തന്നെ മതി മോളെ, അത് തലയിലിട്ടാ നല്ല മുറുക്കണ്ടേന്ന്. ഹാവു രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഇത് പഴയ ക്ലിപ്പ് തന്നെ, അതിന്റെ മേളിലെ സാധനം ഞാൻ പറിച്ചു കളഞ്ഞു. അപ്പൊ പറയാണ്, എന്നാങ്ങോണ്ടാ ഇട്ട് നോക്കട്ടെ എന്ന്. അലക്കി അലക്കി എല്ലാ ഷർട്ടുകളുടെയും ബട്ടൺസുകൾ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ എൻ്റെ മോക്ക് ഇതൊരു ജോലിയായിട്ട് അങ്ങ് ഏറ്റെടുത്തൂടേന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചേ, ഇത് നല്ല പണിയാന്ന്. കല്ലിലിട്ട് 5-6 അടി അടിച്ചാലേ ഏത് പൊട്ടാത്ത ബട്ടൺസും തൊട്ടടുത്തുള്ള വേലുവേട്ടൻ്റെ പറമ്പിലെത്തി കിട്ടുന്നേ. എന്തായിരിക്കുമല്ലേ ഞാൻ ഇത് മുമ്പേ ചിന്തിക്കാതിരുന്നേ. ഒരു വേലയും കൂലിയും ഇല്ലാത്ത എനിക്ക് ചെറിയൊരു വരുമാനമായി കിട്ടിയാനല്ലേ. ഇതുപോലത്തെ ബുദ്ധിയൊക്കെ നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഒരു കോടീശ്വരിയായി മാറിയാനല്ലേ. എന്തായാലും ഇന്നലെ അടിച്ചു പൊട്ടിച്ച ഷർട്ടിന്റെ ബട്ടൺസ് ഇന്ന് പിടിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അമ്മ എന്നെ മട്ടലെടുത്തടിക്കേ. അങ്ങനെ ഷർട്ടിന്റെ ബട്ടൺസ് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൈക്കൊരു തരിപ്പ്. ഈ കമ്മലുണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം മാത്രം ഇട്ടെന്നാൽ മതി, അത് കഴിഞ്ഞാൽ അമ്മ ഊരി വെച്ചോ. സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നും രാവിലെ കമ്മല് മാറ്റലൊരു ചടങ്ങായപ്പോൾ ഒരു വെള്ളിക്കമ്മല് വാങ്ങി കാതിലങ്ങ് ഇട്ടുകൊടുത്തു. വാങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു ഇടാം. പിന്നെ കാതിന്ന് അതങ്ങോട്ട് ഊരാണ്ടായപ്പോൾ ആൾക്കിപ്പോൾ ഒരു മടുപ്പായി. അമ്മ ഒരു ദിവസമെങ്കിലും എനിക്കൊരു കമ്മല് മാറ്റിയിട്ട് തരുമോ? അമ്മ ഒരു സ്റ്റെഡ് ഉണ്ടാക്കി തന്നാൽ മതി, ഒറ്റ ദിവസം മാത്രമേ ഞാൻ ഇടുള്ളൂ. അമ്മ ഈ കമ്മലൊന്നും ഊരിത്താന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഉണ്ടാക്കുന്ന കമ്മൽ ഇടാനുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല, കാത് കിടക്കുന്ന ആ വെള്ളിക്കമ്മല് എങ്ങനെങ്കിലും ഒന്ന് ഊരി ഒഴിവാക്കണം. അതിനു വേണ്ടിയാണേ. പാത്രം കഴുകാൻ എടുത്തപ്പോഴാണ് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ആകെ അടിപൊളിയായിട്ടാണ് ഉള്ളത്. എന്നാ പിന്നെ മാറ്റിയേക്കാന്ന് വിചാരിച്ച് മുമ്പ് വാങ്ങി വെച്ച 2 സ്ക്രബ്ബർ എടുത്തിട്ട് വന്നു. എടുത്തുകൊണ്ടുവന്ന 2 സ്ക്രബ്ബർ കൊണ്ടും എനിക്ക് പാത്രം കഴുകാൻ തോന്നില്ല. എന്തോ ഒരു പിൻവലി. ഈ സാധനത്തിന് എന്തൊരു ഭംഗിയാണ്. ഇത്രയും ഭംഗിയുള്ള സ്ക്രബ്ബറും കൊണ്ട് എങ്ങനെയാ ഞാനിപ്പോ പാത്രം കഴുകാന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുമ്പിലൊരു കുഞ്ഞി കത്രിക കണ്ടത്. എന്നാലും എന്റെ കത്രികയെ ഈ സമയത്ത് തന്നെ എന്റെ മുമ്പിൽ വരണമായിരുന്നു. കത്രിക കൈ കിട്ടിയാ പിന്നെ പറയണോ, ഞാൻ ആ സ്ക്രബ്ബറിന്റെ വയറൊക്കെ കുത്തി കീറിയിട്ടേ ഒരു ചിന്ന സിസേറിയൻ അങ്ങോട്ട് ചെയ്ത് സിസേറിയൻ ചെയ്ത് കിട്ടിയ സ്പോഞ്ച് കുട്ടീനെ എന്റെ മക്കള് 3 പേരും കൂടി ഇരുന്ന് പീസാക്കി വലിച്ചെറിഞ്ഞു. പിന്നെ ബാക്കി പത്രം ഈ കണ്ണ് അടിപൊളി മാത്രം. എന്തായാലും ഇനി പാത്രം കഴുകാൻ വല്ല തുണിയോ മറ്റോ എടുക്കാലേ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇത്രയും ഭംഗിയിലൊക്കെ സ്ക്രബ്ബർ ഉണ്ടാക്കാൻ പാടോ? എൻ്റെ കുഞ്ഞു മോൾക്ക് വീട്ടിലിടാൻ ഒരു ചെരുപ്പ് വാങ്ങി. ചെരുപ്പെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ട് ഒരെണ്ണം. അതിലുണ്ടായിരുന്ന 2 തവളക്കുട്ടന്മാരാ ഈ കാണുന്നത്. എൻ്റെ മോൾക്ക് അതങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടമായതുകൊണ്ടാണോ അതോ ക്യൂട്ട്നെസ് കൂടി പോയതുകൊണ്ടാണോ എന്നറിയില്ല, വീട്ടിലെത്തി 2ാം ദിവസം തന്നെ ആ ചെരുപ്പിന്റെ പരിപ്പെടുത്തു. ഇളക്കിയ പരിപ്പുകളൊക്കെ പല സ്ഥലത്തുനിന്നായിട്ടും കണ്ടുകിട്ടി. ആ കണ്ടുകിട്ടിയ കൂട്ടത്തിലുണ്ടായിരുന്ന തവളക്കുട്ടന്മാരാ ഇപ്പോ ഈ ബണ്ണായിട്ട് മാറിയത്. എന്തായാലും ഇവരെ അങ്ങോട്ട് കളയാൻ തോന്നില്ലെന്ന്. നല്ല ഭംഗിയില്ലേ കാണാന്. അപ്പൊ പിന്നെ ഇനി ബണ്ണായിട്ട് എൻ്റെ കുഞ്ഞാട്ടന്റെ തലയിൽ കിടന്നോട്ടെ. പിന്നെ ഒരു പേടിയുള്ള എന്താന്ന് വെച്ചാല്, ഇത് തലയിൽ കിടക്കുന്ന കണ്ടാലേ 2ഉം കൂടി അംഗം വെട്ടും. അപ്പോഴും അത് തീർക്കാനും ഞാൻ പോണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. സ്കൂളിലേക്ക് ഒരു ദിവസം 2 പെൻസിൽ വേണം. രാവിലെ കൊണ്ടുപോകുന്ന പെൻസിൽ വൈകുന്നേരം വരുമ്പോ തിരിച്ചു കൊണ്ടിരില്ല. എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് കാണാണ്ട് പോയി എന്നാണ് മറുപടി. ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പെൻസിൽ തീരാറായിട്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞു കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഒരു പെൻസിൽ വാങ്ങി തരിക. പിന്നെ ഇതേപോലെ പെൻസിലൊക്കെ കൊണ്ട് കളഞ്ഞു വന്നാല് വീട്ടിൽ നിന്ന് നല്ല ചുട്ടടി കിട്ടി. അതുകൊണ്ട് അന്നത്തെ മക്കൾക്കൊക്കെ പേടിയുണ്ടേ. അത് അന്തകാലം, ഇത് ഇന്തകാലം അല്ലെ. എന്തായാലും ഇന്ന് എന്റെ മോക്ക് കൊടുത്ത പെൻസില് കുറച്ചേരം എഴുതിയിട്ട് ആൾ എന്റെ കയ്യിലാ കൂർപ്പിക്കാൻ കൊണ്ടു തന്നെ. കൂർപ്പിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ഒരു ഭംഗിയുള്ള സാധനം കളയാൻ തോന്നില്ലാന്ന്. പക്ഷെ ഇതുകൊണ്ട് എന്ത് തന്നെ ചെയ്താലും ഒന്ന് ഞെക്കിയാലോ ഒന്ന് അമർത്തിയാലോ പൊട്ടിപ്പോവാന്നതേ ഉള്ളൂ. എന്നിട്ട് മനസ്സങ്ങോട്ട് സമ്മതിക്കായിട്ടേ വീണ്ടും അതിൽ പണിതപ്പോ കിടക്കണ പൊട്ടിയിട്ട് പിന്നെ മോള് കാണാതെ ഒന്നും കൂടി അങ്ങോട്ട് കൂർപ്പിച്ചെടുത്തു. നമ്മളങ്ങനെ തോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ 2-3 പ്രാവശ്യം പൊട്ടിയെങ്കിലും പിന്നെയും പരിശ്രമിച്ചപ്പോ കമ്മൽ അങ്ങനെ സെറ്റായിട്ട് കിട്ടിയെന്ന്. എന്തായാലും ഇങ്ങനെ ഒരു കമ്മല് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണേ. ആദ്യം ഈ സ്പൂൺ എടുത്ത് കയ്യിലെടുക്ക, എന്നിട്ട് ഇതുപോലെ കോരി എടുത്ത് നോക്ക്. ഇതാണോ സ്പൂണ് എന്ന് ചിന്തിക്കണ്ട, ഞാൻ സ്പൂണല്ല ഉദ്ദേശിച്ചതെന്ന്. അതെ, ഒരു കമ്പി കഷ്ണം എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരുന്നിന്റെ അടപ്പിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തപ്പോ അത് സ്പൂണായി മാറിയതാണെന്ന്. ഇങ്ങനെയാണ് സ്പൂൺ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറെ സ്പൂണുകളൊക്കെ ഉണ്ടാക്കി കളിച്ചിരുന്നേനേന്ന്. അതെന്തായാലും അടുത്ത പ്രാവശ്യം ആക്കാം. ഇതിപ്പോ സ്പൂണിൽ നിന്ന് ഇതുപോലെ ഊരിയെടുത്ത് റൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. റൗണ്ട് ഏകദേശം റൗണ്ട്
ഉണ്ടായപ്പോ പിന്നെ എനിക്ക് തോന്നി ലബ് ആക്കണമെന്ന്. എന്നാ പിന്നെ ലബ് ആവുമ്പോ 2 ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സാധാരണയായി കാണപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ചുവന്ന കളറാണ്, പക്ഷേ എന്റെ ഹൃദയത്തിന് ഈ കളറാണെന്നാ തോന്നുന്നത്. ചിലപ്പോ ബ്ലഡ് കുറച്ച് കുറവായതുകൊണ്ടായിരിക്കണമെന്നേ. എന്തായാലും അതൊന്നല്ലെന്ന്, റെഡ് കളർ സ്റ്റോൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഉള്ള കളർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഏതാണ്ട് ഈ പരുവത്തിലാക്കി എടുത്തപ്പോ ഇനി ഈ കമ്മലിന് എന്ത് പേരിടണം എന്നാണ് ഞാൻ ആലോചിച്ചപ്പോ ആദ്യം ഓടി വന്ന പേര് ഹൃദയ കമ്മല. അതെന്ത് കമ്മലാണല്ലേ. എന്തായാലും കമ്മൽ കണ്ട് നിങ്ങളൊരു പേരങ്ങിട്ടോളിന്ന്. ഒരു ദിവസം സ്കൂളിലേക്ക് സ്വർണത്തിന്റെ സ്റ്റഡ് കമ്മൽ ഇട്ടിട്ട് പോയപ്പോ ഊരി വീണുപോയി. പിന്നെ ടീച്ചർമാരൊക്കെ തെരഞ്ഞെടുത്ത് തന്നു. എന്നിട്ട് ടീച്ചർമാര് പറഞ്ഞു, ഇനി സ്വർണത്തിന്റെ കമ്മലൊന്നും ഇട്ടിട്ട് വരരുതിട്ടോ എന്ന് ചേച്ചിയുടെ മോള് പൊന്നു പറയണ്ടായി. എന്നിട്ട് ചോദിക്കാണ്, ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റഡ് കമ്മൽ ഉണ്ടാക്കി തരുമോ, എന്നും ഇട്ടിട്ട് പോകാൻ പറ്റിയ ടൈപ്പ് കമ്മല്. മക്കൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എങ്ങനെയപ്പോ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇങ്ങനെ സ്കൂളിൽ പോയപ്പോ ഒക്കെ കമ്മല് വീണു പോയവര് ഒത്തിരി ഉണ്ടാവൂലേ. എന്തായാലും ഇങ്ങനത്തെ ഫാൻസി കമ്മലൊക്കെ ഡെയിലി മാറ്റി മാറ്റി ഇട്ടിട്ട് പോവാണെങ്കിൽ കാണാനും ഭംഗിയാണ്, വീണു പോയാലും പേടിക്കണ്ട എന്ന് വിചാരിച്ച് പൊന്നൂന് വേണ്ടി 7 കളറിലെ 7 മോഡലിലെ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ അങ്ങ് ചെയ്തെടുത്തു. എല്ലാ സ്റ്റഡുകളും വളരെ സിമ്പിളായ സ്റ്റഡുകളാണ്, അതും ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ സ്റ്റഡുകൾ. അങ്ങനെ കമ്മലുകളൊക്കെ ചെയ്ത് പൊന്നൂനെ ഏൽപ്പിച്ചപ്പോ പൊന്നു ആദ്യം തന്നെ എടുത്ത് കാതിലിട്ട് നോക്കിയത് റെഡ് കളറ് ഹാർട്ട് ഷേപ്പുള്ള കമ്മല. ഇനി 7 സ്റ്റഡുകളും നിങ്ങൾ കണ്ടു നോക്ക്. എന്നിട്ട് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ മറക്കണ്ട. അപ്പം നമ്മുടെ പൊന്നൂനിനി എല്ലാ ആകൃതിയിലുള്ള കമ്മലുകളും സ്കൂളിലേക്ക് മാറ്റിയിട്ടിട്ട് പോവാലോ. അപ്പം എങ്ങനെ, ഐഡിയ എങ്ങനെ, കൊള്ളാമോ? കുഞ്ഞു മക്കളുള്ള എല്ലാ വീടുകളിലും ഇംഗ്ലീഷും ആയുർവേദവും ഹോമിയോവും മലയാളമല്ല കേട്ടോ, ഈ പറഞ്ഞ എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ഉണ്ടാവും. കൂടെ ഈ മരുന്നുകളൊക്കെ കിട്ടിയതിൻ്റെ കുറേ ഫ്രീ ഗിഫ്റ്റുകളും ഉണ്ടാവും. കുപ്പികളെ, അങ്ങനെ കിട്ടുന്ന ഹോമിയോ മരുന്നിൻ്റെ കുപ്പികളൊക്കെ ഞാൻ വലിച്ചെറിയാറ് എൻ്റെ പരീക്ഷണശാലയിലേക്കാ സ്റ്റോണുകൾ ഇട്ട് വെക്കാനേ. അങ്ങനെ എല്ലാ ഹോമിയോ മരുന്നിൻ്റെ കുപ്പികളിലും സ്റ്റോണുകൾ ഇട്ട് വെച്ച് എനിക്കൊരു ചീത്തപ്പേരും കിട്ടിയിരിക്കുന്നത്. എന്താണെന്നറിയോ, ഈ സ്റ്റോൺ ഇങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടി കുപ്പി കിട്ടാൻ വേണ്ടിയാണോ ഹോമിയോയിൽ പോയി മരുന്ന് വാങ്ങുന്നത്? എന്താലേ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ. എന്തായാലും എന്നും കൺമുമ്പിലിരിക്കുന്ന ഹോമിയോ മരുന്നിൻ്റെ കുപ്പി കണ്ട് ഇന്നാണ് എനിക്കൊരു കുഞ്ഞ് ഐഡിയ തോന്നിയത്. അതാ പറയുന്നത്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ ആ സമയം വന്നെത്തിയപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ കുപ്പിയുടെ അടപ്പുകൊണ്ടേ നല്ലൊരു ജിമിക്കി കമ്മലങ്ങ് ഉണ്ടാക്കാൻ തോന്നിയതെന്ന്. ഇനിയിപ്പോൾ ഒരു ചീത്തപ്പേരും കൂടെ കിട്ടുമല്ലോ എന്നാ എൻ്റെ പേടി. എന്താന്നല്ലേ, ഈ കമ്മലുണ്ടാക്കാൻ വേണ്ടി അടപ്പ് കിട്ടാനല്ലേ ഹോമിയോ മരുന്ന് വാങ്ങാൻ പോകുന്നേന്ന്. സ്കൂളിൽ പോയിരുന്ന ടൈമിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കമ്മൽ ഏതാന്ന് വെച്ചാൽ ഇതുപോലത്തെ കമ്മല. ഇങ്ങനത്തെ കൊളുത്തിൽ 1 മുത്തോ 2 മുത്തൊക്കെ വരുന്നത് കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ. സ്കൂളിന്റെ മുമ്പ് തന്നെ ഒരു ഫാൻസി കടയുണ്ട്, അവിടെ ലഞ്ച് ടൈമിലൊക്കെ പോയിട്ട് നോക്കി വെക്കും കമ്മല്. എന്നിട്ട് വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലൊക്കെ മുട്ടായി വാങ്ങാൻ തരുന്ന പൈസക്ക് കമ്മൽ വാങ്ങി കാതിലിടും. അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി. അന്ന് 5 രൂപയും 10 രൂപയ്ക്കൊക്കെ കമ്മൽ കിട്ടും. അങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ കമ്മലിന്റെ പൂതി അങ്ങോട്ട് മാറിയിട്ട് പൈസ കിട്ടുമ്പോഴൊക്കെ ബബിൾക്കം വാങ്ങി വായിലിട്ട് ചവയ്ക്കായിരുന്നു. അങ്ങനെ ചവച്ച് എനിക്ക് തലവേദന അതൊരു ശല്യമായിട്ട് മാറി. തലവേദന കണിശമായപ്പോൾ ഞാൻ തന്നെ അതിന്റെ കാരണം കണ്ടെത്തി. ഈ ബബിൾക്കം വായിലിട്ട് ചവച്ച് ആ സമയങ്ങളിലാണ് തലവേദന ഇളകുക. പിന്നെ അത് നിൽക്കില്ല. അപ്പം നിർത്തിയതാണ് ഈ ബബിൾക്കം തീറ്റ. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പം കുട്ടിക്കാലത്ത് നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. ഇപ്പം കാണുന്ന ഈ കമ്മലുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞോളൂ കേട്ടോ. വല്ലാത്തൊരു സമാധാനം. 120 രൂപ വില വരുന്ന പാദസരാണല്ലോ എൻ്റെ കാലിൽ കിടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ. കാരാപ്പുഴ ഡാമൊന്ന് കാണാൻ പോകുന്ന വഴിക്ക് ഒരു ഫാൻസി കടയുടെ മുമ്പിൽ നിറയെ ബോളുകൾ തൂക്കി ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ബോൾ വേണേന്നും പറഞ്ഞു. വാങ്ങി കൊടുക്കാതെ നിവർത്തിയില്ലെന്നായപ്പോൾ വണ്ടി നിർത്തി ഞാൻ പോയി ബോൾ വാങ്ങാൻ ആ കടയിൽ കയറിയപ്പോൾ ചില്ലിനുള്ളിൽ നിറയെ പാദസരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ സ്റ്റോൺ ചെയിനുകളുടെ പാദസരം ഒരുപാടെണ്ണുണ്ട്. അതിലൊരു പാദസരം എടുത്ത് അതിന്റെ വില ചോദിച്ചപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. 120 രൂപയെ വിലയും ചോദിച്ച് ആ പാദസരം അവിടെ തന്നെ വെച്ച് 3 ബോളും വാങ്ങി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ക്ഷീണിച്ചെത്തിയപ്പോഴും പിന്നെ രാത്രി തന്നെ സ്റ്റോൺ ചെയിൻ എടുത്ത് പാദസരം ഉണ്ടാക്കി കാലിലങ്ങിട്ടിട്ട് പൊന്നു വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇട്ടിട്ട് വന്ന ഹെയർ ബാൻഡിന്റെ കുറച്ച് സ്റ്റോണുകളൊക്കെ പറഞ്ഞു പോയി. കുറച്ച് പോയാൽ പിന്നെ മുഴുവനായിട്ടും പറിച്ച് കളഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടില്ലല്ലോ. അങ്ങനെ മൊത്തം സ്റ്റോണുകളും പറിച്ച് അതിന്റെ ബേസ് മാത്രം എടുത്ത് എന്നെ കൈ കൊണ്ട് തന്ന്. എന്നിട്ട് പറഞ്ഞു, ചെറിയമ്മ ഇതിനൊരു പുതിയ മേക്ക് ഓവർ ഇട്ട് തരുമോന്ന്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വൃത്തിയേടാക്കിയില്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ്. എന്തായാലും ഇന്നത്തെ ഇരയും കയ്യിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ സമയം കളയാതെ തന്നെ കർത്താവ് കർമ്മം ക്രിയയാണല്ലോ. മനസ്സിലായില്ല? എനിക്കും മനസ്സിലായില്ല. അന്നത്തെ ദിവസം ഞാൻ സ്കൂളിൽ ലീവായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞൂന്ന്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഹെയർ ബാൻഡിന്റെ കാര്യമില്ലായിരുന്നോ? അതങ്ങനെ സെറ്റാക്കി പൊന്നുവിന്റെ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്കും ആള് പിന്നെ അത് തലേന്ന് ഊരുന്നില്ല. ഉറങ്ങുമ്പോൾ വരെ തലയിൽ വെച്ചിട്ടാണ് ഉറങ്ങുന്നതെന്ന്. എന്താ പറയാലേ.
മക്കൾക്ക് നല്ല കിലുക്കുള്ള വെള്ളിപ്പാദസരം വാങ്ങാൻ പോയപ്പോൾ അവിടുന്ന് അവർ കുറേ മോഡൽ പാദസരങ്ങൾ എടുത്തെടുത്ത് കാണിച്ചു. അക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാദസരം ഉണ്ടായിരുന്നു. സ്റ്റോണുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പാദസരം. അത് ഒറിജിനൽ സ്റ്റോൺ ആണോ അതോ പെയിന്റ് ആണോ എന്നറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും അവളുടെ ചിത്രം, സോറി, ആ പാദസരത്തിന്റെ ചിത്രം എൻ്റെ ക്യാമറയിലല്ല മനസ്സിലാ പതിഞ്ഞേന്ന്. വേണ്ട വേണ്ട, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ടെന്ന്. ഈ ഡയലോഗ് നിങ്ങൾ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടെന്നല്ലേ? എനിക്കറിയാം നിങ്ങളൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ അടുത്ത ചിന്തയല്ലേ, ആ സിനിമയുടെ പേരേതായിരുന്നു എന്നല്ലേ? അതറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കെ. അതെ, നമ്മൾ പറഞ്ഞങ്ങ് കാട് കയറിപ്പോയില്ലേ. എന്തായാലും നേരത്തെ പറഞ്ഞൊരു പാദസരം ഉണ്ടായിരുന്നല്ലോ, ആ പാദസരത്തിന്റെ മോഡലിൽ തന്നെ സ്റ്റോണ് കൊട്ടിച്ചിട്ട് നല്ല ഭംഗിയാക്കി ഒരു പാദസരം ഞാനങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെ, ആ പാദസരം പോലെ ആയോ? അതിനിപ്പോൾ നിങ്ങൾ ആ പാദസരം കണ്ടിട്ടില്ലല്ലോ അല്ലേ? കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതെ ആശുപത്രി കാണിക്കാൻ പോയപ്പോൾ കുറേ മരുന്നുകളും ആ മരുന്ന് കൊടുക്കേണ്ട അടപ്പുകളും ഒരുപാടെണ്ണം കിട്ടി. ആവശ്യം കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് ഒരു ചിന്ന ഐഡിയ തോന്നിയത്. പിന്നെ ആദ്യത്തെ ടാസ്ക് ഒരേ വലുപ്പത്തിലുള്ള 2 എണ്ണം തിരഞ്ഞെടുക്കലായിരുന്നു. രണ്ടാമത്തെ ടാസ്ക് ഈ ഒരു പരുവത്തിൽ വെട്ടിയെടുക്കലായിരുന്നു. അതും കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സക്സസ്. ഇനിയുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ പരിപാടിയാ ഒട്ടിക്കലേ. അതിനിടയിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഒരു തുളച്ചായിരുന്നു മുകൾ ഭാഗത്ത്, കണ്ടായിരുന്നോ? ഇതിപ്പോ എന്തിനുള്ള പുറപ്പാടാന്നല്ലേ? അല്ല, അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ, ഇപ്പൊ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇനി കുറച്ച് അലങ്കോല പരിപാടിയും കൂടിയേ ബാക്കിയുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ കർട്ടൻ ഇടാനാവും. എന്തൊക്കെ പറഞ്ഞാലും ഈ സീക്വൻസ് എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനൊരു വിശ്രമം ഞാൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ കൊടുക്കുന്ന തോന്നൂല്ല. എനിവേ, എല്ലാ യാതനകളും സഹിച്ച് മരുന്നിൻ്റെ അടപ്പ് നല്ല അടിപൊളി ഒരു കമ്മലായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിന്ന ഐഡിയ എങ്ങനെ, കൊള്ളാമോ? ആ ചേച്ചിക്ക് തന്നെ ഒരു അത്ഭുതം. എന്നും മെറ്റീരിയൽസ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ക്ലിപ്പുകളൊക്കെ ഇട്ട് വെച്ച പെട്ടിയിൽ ഞാൻ തെരച്ചിൽ എന്റെ തെരച്ചിൽ കണ്ടിട്ട് കടയിലെ ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലേ ചേച്ചി, ടിക് ടിക് ക്ലിപ്പിന്റെ ഏറ്റവും ചെറുതാ എനിക്ക് വേണ്ടത്, അത് ഇതിൽ കാണുന്നില്ല. അപ്പൊ ആ ചേച്ചി വേഗം പോയിട്ട് നേരത്തെ കണ്ടില്ലേ ആ ക്ലിപ്പ് എന്റെ കയ്യിൽ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതിലും കുഞ്ഞത് വേണം. അത് കേട്ടപ്പോ ആ ചേച്ചിനൊരു നോട്ടം, ഇതിലും കുഞ്ഞു ക്ലിപ്പ് തലയിൽ കുത്താൻ പറ്റുമോന്ന്. പിന്നെ കയ്യിൽ കിട്ടിയതും കൊണ്ട് ഞാൻ അടുത്ത കല്യാണത്തിന് ഇടാലോ. കല്യാണത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, മോളെ ഒരു ക്ലിപ്പ് കൊണ്ട. ഞാനത് കേട്ട പാടന്നെ തെരച്ചിൽ തുടങ്ങി. തെരഞ്ഞ് ഉപ്പാട് ഇളകിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ കുന്തം പോയ കുടത്തിലും തപ്പണം എന്നാണല്ലോ. അതുകൊണ്ട് കുടത്ത് തപ്പിയില്ല, കുടത്തിന്റെ അടുത്ത് വരെ തപ്പി, എന്നിട്ടും കിട്ടിയില്ല. പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഒരു ക്ലിപ്പ് ഉണ്ടാക്കി തരാം, അമ്മ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അപ്പൊ അമ്മ പറയാണ്, ഇനി ക്ലിപ്പൊക്കെ ഉണ്ടാക്കി തലയിൽ കുത്തി ചെല്ലുമ്പോഴത്തേക്കും ചെക്കൻ കെട്ടി പെണ്ണിനെയും കൊണ്ട് പോകും. മാലയും വളയും കമ്മലും സർവ്വത്തിനുണ്ടാക്കുന്ന പെണ്ണ, അവളെ വീട്ടിലെ ഒരു ക്ലിപ്പ് എടുക്കാനില്ലെന്ന് ആരും കേൾക്കണ്ട എന്നും പറഞ്ഞ അമ്മ എങ്ങ് പോയി. ഇപ്പൊ നിങ്ങളെ മനസ്സിലൊരു പഴഞ്ചൊല്ലി വന്നില്ലേ, ആ പഴഞ്ചൊല്ലി എന്റെ മനസ്സിലൊന്നും മിന്നി മാഞ്ഞു പോയി. പിന്നെ ആ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി ഒരേ ഡിസൈനിൽ 2 ക്ലിപ്പ് അങ്ങ് ഉണ്ടാക്കി. എന്നിട്ട് അമ്മ വന്നപ്പോ അമ്മേന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്ത കല്യാണത്തിന് ഇടാലോ എന്നേ. അമ്മ എന്നൊരു നോട്ടാ. എന്റെ ഈശ്വര, ഇതിന്റെ വാലെവിടെയാണ്? എത്ര നേരമായി തെരഞ്ഞ് മടുത്ത് ഇത് വാലില്ലാത്തവനാണെന്ന് തോന്നുന്നു. ഹാവൂ, കിട്ടി. ഈ കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിൽ നമ്മൾ പണ്ടേ ഭയങ്കരയാണല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു ജീവി അങ്ങ് വരച്ചെടുത്തതെന്ന്. ജീവി എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു പേരില്ല. മുഖം കണ്ട എലിയെ പോലെയും ചെവി കണ്ട മുയലിനെ പോലെയും ബാക്കിയൊക്കെ ഏതാണ്ടൊക്കെ എന്തിനൊക്കെയോ പോലെ ഉണ്ടെന്നേ. ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഒരു മുയലും കുട്ടപ്പനെ നോക്കിയാ വരച്ചത്. മൂപ്പരിപ്പോ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും എനിക്കൊരു അവാർഡ് തന്നേനെ. എന്ത് ഭംഗിയായിട്ടാ ഞാൻ വരച്ചല്ലേ. വര കഴിഞ്ഞാ ഒരുക്കണ്ടേ. ഒരുക്കി ഈ പരുവത്തിലായപ്പോ തന്നെ ഞാനേ അവരൊരു പേരിട്ടൂന്ന്. എന്താന്നറിയോ? അമ്പ്രൂട്ടൻ. എന്തൊക്കെ ബഹളായിരുന്നു. ഇപ്പതാ പേരിടലും കഴിഞ്ഞൂന്ന്. അമ്പ്രൂട്ടന് ഇനിയും ഒരുങ്ങാനുണ്ട് കേട്ടോ. ഇനി ഒരുങ്ങി അമ്പ്രൂട്ടന് കണ്ടേ. അവനിപ്പോ സ്ഥാനം എന്റെ കുഞ്ഞിന്റെ ഉടുപ്പിന്റെ മുമ്പിലാണോ? അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ, കൊള്ളാമോ? മൂക്കുകുത്തി ഒരു കമ്മലിടണമെന്ന്, സോറി, മൂക്കുത്തി കമ്മലല്ല, മൂക്കുത്തി ഇടണമെന്ന് ചെറുപ്പത്തിലേ നടക്കാത്തൊരാഗ്രഹം തന്നെയായിരുന്നു. മൂക്കിനൊരു ഓട്ട ഇടുമ്പോ വേദനയാവില്ലേ? പണ്ട് ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ കൊണ്ടുപോയി കാത് കുത്തിയ നന്നായി, അല്ലേ പിന്നെ വേദനിക്കുന്നു പറഞ്ഞിട്ട് അതും കുത്താതിരുന്നേനെ. വേദനിക്കുന്ന പേടിച്ചിട്ടാണെങ്കിലും ഇതിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് മാറിയിട്ടില്ലായിരുന്നു. നല്ല തിളക്കുള്ള ഡ്രസ്സുകളുടെ സ്റ്റോണുകളൊക്കെ പറിച്ച് മൂക്കുത്തിയാക്കി വെച്ച് കണ്ണാടിന്റെ മുമ്പ് ചെന്നിട്ടൊരു സ്റ്റൈലാക്കലുണ്ട്. ഇപ്പൊ പിന്നെ പ്രസ് ചെയ്ത് വെക്കുന്ന ഈ ടൈപ്പ് മൂക്കുത്തികളാണല്ലോ ട്രെൻഡ്. എന്നാ പിന്നെ ഇതുവരെ ഇടാത്ത മൂക്കുത്തി സ്വന്തമായി ഉണ്ടാക്കി ഒന്ന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചു. വൈറ്റും റെഡും മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഞാൻ ഇട്ട് കാണിക്കണ്ടേ, എന്നാ പിന്നെ ഇട്ട് കാണിച്ചേക്കാന്ന്. എന്നാ കണ്ടു നോക്ക്. എലി കുന്നല് കണ്ടൊരു ചിരി കണ്ടോ മുഖത്ത്? അത് മൂക്കുത്തിട്ടേന്റെയാണ്. ഇതിപ്പോ ഒരു മൂക്കുത്തിയല്ലായുള്ളൂ. എന്നാ പിന്നെ അടുത്ത പോസിൽ അടുത്ത മൂക്കുത്തി കാണിച്ചുതരാം. ഇതിങ്ങനെ നിന്നാൽ ഇതെങ്ങനെയുണ്ട്? ഇനിയിപ്പോ ഒന്നും പറയാനില്ല. കുറച്ചു നേരം മൂക്കുത്തിയിട്ടൊന്ന് വിലസട്ടേന്ന്.
കിനാവള്ളി കിനാവള്ളി എന്ന് കാണാത്തവരും കണ്ടവരും കേട്ടവരും കേൾക്കാത്തവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താണപ്പാ പുതിയ വള്ളി, കിനാവള്ളി? ആ വള്ളി കാണണമെങ്കിൽ കടലിൽ പോണം. ഇവന് ജീവനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതേ, ഞാൻ എന്റെ ഗവേഷണശാലയില് പ്രത്യേകം വികസിപ്പിച്ചെടുത്ത ഒരു സാധനം ഉണ്ടല്ലോ, അതിന് കടലിലെ ഒരു ജീവിയോട് സാദൃശ്യം. ആ ജീവിന്റെ പേരാണ് കിനാവള്ളി. കടലിലെ 8 കാലുള്ള ഒക്ടോപ്പസേ, നമ്മുടെ നീരാളില്ലേ, അവന്റെ മറ്റൊരു പേരാണ് കിനാവള്ളി. അപ്പൊ നമ്മള് ഉണ്ടാക്കിയ ഈ ഒരു സാധനം നിലത്ത് വെച്ചാൽ കിനാവള്ളിയായിട്ടും എടുത്ത് കാതിലിട്ടാല് നല്ല അടിപൊളി കമ്മല്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കിനാവള്ളി കമ്മലിന്റെ കഥ.